സുഗു തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി PV അൻവർ മത്സരിക്കും എന്നാണല്ലോ താങ്കൾ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ പത്രിക തള്ളി എന്ന വിവരം വരുന്നു. എന്തുകൊണ്ടാണ് പത്രിക തള്ളിയത്? ഞങ്ങൾക്ക് ലഭിച്ച വിവരം നമുക്കറിയാലോ, തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഏതോ ഒരു നിയമ പ്രശ്നം അതിൽ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇന്നലെ തന്നെ അതിന്റെ ഒരു ചെറിയ സംശയം ഞങ്ങൾക്ക് ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ സെറ്റ് പത്രിക ഞങ്ങൾ നൽകിയിട്ടുള്ളത്. അത് തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള നിലയിൽ മത്സരിക്കാൻ തന്നെയാണ് ഞങ്ങൾക്കുള്ള ആഗ്രഹം. അത് റിട്ടേണിംഗ് ഓഫീസറോട് ബന്ധപ്പെട്ട ഓഫീസറോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇനിയും ഒരു അനുകൂലമായ സമീപനം, ഈ പത്രിക തള്ളിയതിൽ അനുകൂലമായ സമീപനം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിയമപരമായി നിലനിൽക്കുന്ന ഈ പത്രിക എന്ന വാദമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. ശ്രദ്ധയിൽപ്പെടാത്ത ഈ തൃണമൂൽ കോൺഗ്രസ് ഇന്നേ വരെ കേരളത്തിൽ മത്സരിച്ചിട്ടില്ലല്ലോ. തൃണമൂൽ കോൺഗ്രസ് ഏതെങ്കിലും ഒരു ഇലക്ഷനിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ ഇതിനു മുമ്പ് മത്സരിച്ചിട്ടില്ല. അപ്പൊ കേരളത്തില് ഈ പാർട്ടി രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഏതോ ഒരു നിയമപ്രശ്നം ഇതിന്റെ പുറകിലുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾ സംശയിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ രണ്ടാമതൊരു സെറ്റ് പത്രിക സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് കൊടുത്തത്. അഥവാ തള്ളിപ്പോവാൻ സാധ്യത ഉണ്ടെങ്കിൽ അൻവർ മത്സരരംഗത്തുണ്ടാവും എന്നുള്ളത് ഉറപ്പിച്ചതാണ് ഞങ്ങൾ രണ്ടാമത്തെ സെറ്റ് പത്രിക കൊടുത്തുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. ഇപ്പോൾ തൃണമൂലിന്റെ നേതൃത്വത്തിൽ നേരത്തെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഇങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നമുള്ള കാര്യം അറിയാമായിരുന്നു. അവരിൽ നിന്നാണോ നിങ്ങൾക്ക് വിവരം ലഭിച്ചത്, അതോ നിങ്ങളുടെ അഭിഭാഷകർ പരിശോധിച്ചപ്പോഴാണോ ഒരുപക്ഷെ ഞങ്ങൾ അഭിഭാഷകൻ തയ്യാറാക്കിയപ്പോ വന്ന അദ്ദേഹത്തിന് തോന്നിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ രണ്ടാമത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള പത്രിക കൂടി ഞങ്ങൾ തയ്യാറാക്കിയത്. അല്പം കടത്തി ചോദിക്കട്ടെ, ഈ പത്രിക തള്ളിപ്പോകണമെന്ന് മറ്റാർക്കെങ്കിലും ഉദ്ദേശമുണ്ടായിരുന്നോ? ഇപ്പോൾ അഭിഭാഷകന്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് നിങ്ങൾ രണ്ടാമതൊരു പത്രിക സ്വതന്ത്രനായി കൊടുത്തു. ഇക്കാര്യം അറിയുന്ന ആരെങ്കിലും മറച്ചുവെച്ചു എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ സംശയിക്കണോ? അല്ല, അതിലൊന്നും സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞങ്ങൾ തൃണമൂൽ കോൺഗ്രസ് മെമ്പർഷിപ്പ് എടുത്ത ആളുകളാണല്ലോ ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷ ആളുകൾ അദ്ദേഹത്തോട് കൂടെ ഉള്ളത്. അപ്പോ ഞങ്ങളുടെ ആഗ്രഹം തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള ബാനറിൽ മത്സരിക്കാൻ തന്നെയാണല്ലോ. പക്ഷെ ഏതെങ്കിലും തരത്തിൽ നമുക്കറിയാലോ, ഇപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ എല്ലാ ഇലക്ഷൻ റൂളുകളും നമ്മൾ ഒറ്റയടിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കും അത് അങ്ങനെ വന്നിട്ടുള്ളത്. ഈ തൃണമൂൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ കഴിയാത്തത് അത് എന്തെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടാക്കുമോ? അതായിരുന്നു കൂടുതൽ അതാണല്ലോ നിങ്ങളുടെ ആഗ്രഹം. അല്ല, അങ്ങനെ സ്റ്റേറ്റ് പാർട്ടി എന്നുള്ള നിലയിൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്തതാണ് ഇതിന്റെ കാരണം എന്നുണ്ടെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് PV അൻവറിനെ പിന്തുണയ്ക്കാമല്ലോ. ഫലത്തിൽ നേരത്തെ LDF ഒക്കെ ചെയ്ത പോലെ, നിലമ്പൂരിൽ പതിവായി LDF ചെയ്യുന്നത് പോലെ, CPM ചെയ്യുന്ന പോലെ, CPM സ്വതന്ത്രൻ, ഇടത് സ്വതന്ത്രൻ എന്ന പോലെ ഏറെക്കുറെ സമാനമായി തൃണമൂൽ കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലായിരിക്കും ഇനി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അറിയപ്പെടുക. ഈ ആം ആദ്മി പാർട്ടിയുടെ ഒക്കെ പിന്തുണ ഉണ്ടോ? അത് ഒരു മുന്നണി എന്നുള്ള നിലയിൽ കുറേയേറെ ആളുകൾ ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ട്. ആ സഹായിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ PV അൻവറിന്റെ നേതൃത്വത്തിൽ അവിടെ നിലമ്പൂര് മത്സരത്തിനുണ്ടാവുക. ഈ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി, അതിലെ പ്രതിപക്ഷം എന്നത് ഞങ്ങളാണ് യഥാർത്ഥ പ്രതിപക്ഷം, പ്രതിപക്ഷത്തിന്റെ റോൾ നിർവഹിക്കാൻ പോകുന്നത് പിണറായിക്കെതിരെ, പ്രതിരോധം എന്നത് പിണറായി സർക്കാരിനെതിരായ ഒരു പ്രതിരോധം എന്ന നിലയിലാണല്ലോ നിങ്ങൾ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പേര് തന്നെ ഇട്ടത്. ഈ പൊതുവിൽ നിങ്ങളുമായി സഹകരിച്ചു നിൽക്കുന്ന പല ഗ്രൂപ്പുകളുണ്ടല്ലോ. ഇപ്പോൾ അവിടുത്തെ ചെറിയ വ്യാപാരി വ്യവസായി സമൂഹം ഉൾപ്പെടെ പലയിടത്തെയും ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ നിങ്ങൾ കൂട്ടി നിർത്തിയാണ് ഒരു അംബ്രല്ലയുടെ കീഴിലേക്ക് കൊണ്ടുവന്നാൽ അത് PV അൻവറിന് ഗുണകരമാകും എന്നൊരു വലിയ പ്രതീക്ഷയിലാണല്ലോ ഈ മുന്നണി അനൗൺസ് ചെയ്തത്. തൃണമൂൽ സ്ഥാനാർത്ഥി അല്ല എന്നത് ഒരു ആവേശം അല്പമൊന്ന്, ആ ഉത്സാഹം ഒന്ന് കെടുത്തുമോ? ഒരു കൊടുത്തതുമില്ല. ഞങ്ങൾക്കത് കൂടുതൽ ആവേശഭരിതരാവുക ചെയ്യുക. കാരണം കുറെ കൂടി ആളുകളെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അനുകൂലമായി ചിന്തിക്കുന്ന തരത്തിലേക്ക് കൂടി ഇത് മാറപ്പെടും എന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോ PV അൻവറിന്റെ വിജയസാധ്യത എത്രത്തോളമുണ്ട്? അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്നതായിരുന്നു കഴിഞ്ഞ കുറേ ദിവസത്തെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അൻവർ UDFന്റെ ഭാഗമാകുമോ ഇല്ലയോ, UDF അംഗത്വം നൽകുമോ ഇല്ലയോ എന്നതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഒടുവിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. വിജയസാധ്യത എത്രത്തോളമുണ്ട്? ഈ കുറെ കാലത്തെ അനിശ്ചിതത്വം ഉണ്ടല്ലോ, മുന്നണിയുടെ ഭാഗമാകാൻ ശ്രമിക്കുന്നു, അതിൽ തിരിച്ചടി ഉണ്ടാകുന്നു. അൻവറിന്റെ ഭാഗത്ത് നിരവധി പ്രസ്താവനകൾ വരുന്നു, അൻവറിനെതിരായ പ്രസ്താവനകൾ വരുന്നു. ഇപ്പോൾ ഒരേപോലെ LDFും UDFും ശത്രുപക്ഷത്ത് നിൽക്കുന്നതിന് സമാനമാണ് ഈ തെരഞ്ഞെടുപ്പ്. അൻവറിന്റെ സാധ്യത എത്രത്തോളം ഉണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ?
തോൽപ്പിച്ച് എത്ര പേര് കേരളത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അസംബ്ലിയിലേക്ക് ജയിച്ചിട്ടുണ്ട് ഒരു ചരിത്രം നോക്കി. അപ്പൊ ഇവിടെ 9 കൊല്ലത്തോളം ഈ നാട്ടിന്റെ MLA ആയി ഈ നാടിന്റെ എല്ലാ കാര്യങ്ങളിലും അടിതൊട്ട് മുടി വരെ എല്ലാ പാവപ്പെട്ട ആളുകളുടെ പ്രശ്നത്തിലും എല്ലാം ഇടപെട്ട് ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ മറ്റു സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അങ്ങനെ മോശക്കാരായി പറയുന്നില്ല. ഈ നിലമ്പൂർ മണ്ഡലത്തിലുള്ള എല്ലാ പാർട്ടി നേതാക്കളെയും, അത് ഏറ്റവും താഴെ തട്ടിലുള്ള ഘടകത്തിന്റെ നേതാവാണെങ്കിൽ പോലും ശ്രീ PV അൻവറിന് അദ്ദേഹത്തെ പേരെടുത്ത് വിളിച്ച് അദ്ദേഹം ഇന്ന സ്ഥലത്ത് ഇന്ന പാർട്ടിയുടെ ഇന്ന നേതൃസ്ഥാനം വഹിക്കുന്ന ആളാണെന്ന് അറിയുന്ന ആളാണ് ശ്രീ PV അൻവർ. അത്തരത്തിലുള്ള ഒരു ഗുണമേന്മയൊന്നും മറ്റ് 2 സ്ഥാനാർത്ഥികൾക്കും പറയാൻ വേണ്ടി കഴിയില്ല.